പൂഞ്ഞാറിൽ പി സി ജോർജ് ജയിക്കും. പൂഞ്ഞാറിൽ പി സി ജോർജ് ജയിക്കുമെങ്കിൽ പൊന്നാനിയിൽ എം സ്വരാജ് പാട്ടും പാടി ജയിക്കും. ഇതാണ് ദേശീയ ജനാധിപത്യ സഖ്യവും ഇടതുമുന്നണിയും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ്. ഞാൻ ഈ രണ്ട് മണ്ഡലങ്ങളെയും താരതമ്യം ചെയ്യുന്നത് 1996 മുതൽ 2016 വരെയും പൂഞ്ഞാറിന്റെ അനിഷേധ്യ നേതാവായിരുന്നു പൂഞ്ഞാർ പുലി എന്ന പി സി ജോർജ്. പക്ഷേ 2016 അദ്ദേഹം കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. അത് 16,800-ലധികം വോട്ടുകൾക്കാണ് തോൽവി. എന്തുകൊണ്ട് പി സി ജോർജ് തോറ്റു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ കാരണം നന്നായി അറിയാം. പി സി ജോർജിന്റെ നാവിന് ലൈസൻസും ഇല്ല, എല്ലുമില്ല. എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തു വേണോ ആരെ വേണമെങ്കിലും എന്തും പറയും. പിന്നെ ഏത് മുന്നണിയിലാണെങ്കിലും ആ മുന്നണിയുടെ കുളം തോണ്ടാൻ തന്നെയായിരിക്കും പി സി ജോർജ് ആദ്യം ശ്രമിക്കുന്നത്. അങ്ങനെ കുളം തോണ്ടിയ മറ്റൊരു മഹാമാന്യനാണ് പി വി അൻവർ. പി വി അൻവറിന് UDF ബേപ്പൂർ സീറ്റ് വച്ച് നീട്ടിയിട്ടുണ്ട്. അതുപോലെ പൂഞ്ഞാറിൽ BJP പി സി ജോർജിനെ മത്സരിപ്പിക്കുമെന്ന് ഉറപ്പായി പി സി ജോർജിനോട് കളത്തിലിറങ്ങി പ്രവർത്തിക്കാനും BJP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കുറി കഴിഞ്ഞ തവണ BDJS-നായിരുന്നു പൂഞ്ഞാർ സീറ്റ് കൊടുത്തിരുന്നത്. ഈ പൂഞ്ഞാർ സീറ്റിൽ BDJS മത്സരിച്ചപ്പോൾ 3000-ന് താഴെ വോട്ടുകൾ മാത്രമാണ് ദേശീയ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇക്കുറി പി സി ജോർജ് മത്സരിക്കുമ്പോൾ പി സി ജോർജിന് സ്വതസിദ്ധമായി ലഭിക്കാവുന്ന വോട്ടുകൾ ധാരാളമുണ്ട്. പി സി ജോർജിനെ ഇഷ്ടമുള്ള ആളുകൾ, നമ്മൾ അദ്ദേഹത്തെ എന്തൊക്കെ വിമർശിച്ചാലും പൂഞ്ഞാറുകാർക്ക് പി സി ജോർജ് പുലി തന്നെയാണ്. അങ്ങനെ പൂഞ്ഞാറിൽ പി സി ജോർജിന് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളും BJPയുടെ പരമ്പരാഗതമായ വോട്ടുകളും പിന്നെ BDJS-ന് ലഭിച്ച വോട്ടുകളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പി സി ജോർജിന് ജയസാധ്യതയുണ്ട്. BJPക്ക് വൻ മുന്നേറ്റം പൂഞ്ഞാറിൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് പൂഞ്ഞാറിൽ പി സി ജോർജിനെയും പാലായിൽ മകൻ ഷോൺ ജോർജിനെയും മത്സരിപ്പിക്കാൻ ദേശീയ ജനാധിപത്യ മുന്നണി തയ്യാറായിട്ടുള്ളത്. അങ്ങനെ പി സി ജോർജ് പൂഞ്ഞാറിൽ ജനവിധി തേടുമ്പോൾ ഏറെ ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം വിളിച്ചു പറയുമായിരിക്കും. റിയൽ കേരള സ്റ്റോറി മറച്ചുവെച്ച് കേരള സ്റ്റോറി 2-ൽ വരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം വിളിച്ചു പറയും. ഇനി ബീഫിന്റെ കാര്യത്തിൽ അദ്ദേഹം നിലപാടെടുക്കുമെന്ന് കണ്ടറിയും. പിന്നെ ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് അദ്ദേഹം വിളിച്ചു പോകും. അദ്ദേഹം ഓരോന്ന് വിളിച്ചു പറയും. ജനങ്ങൾ അത് വിശ്വസിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പി സി ജോർജിന്റെ താരപ്പൊലിമയിൽ ഒരു പരിവേഷത്തിൽ ധാരാളം ഈയാമ്പാറ്റകൾ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറെ അധികം വോട്ടുകൾ പി സി ജോർജിന് ലഭിക്കും എന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ പൊന്നാനിയിലെ സ്ഥിതി മറ്റൊന്നാണ്. മലപ്പുറമാകെ പച്ചക്കൊടി പിടിക്കുമ്പോൾ പൊന്നാനിയിലും മുസ്ലിം ഭൂരിപക്ഷമുള്ളപ്പോൾ പൊന്നാനി എപ്പോഴും ഇടത് കോട്ടയാണ്. ചെങ്കൊടി പിടിക്കുന്ന ഒരു സാമ്രാജ്യമാണ്, മലപ്പുറത്തെ പ്രത്യേക സാമ്രാജ്യമാണ് പൊന്നാനിയുടെ പാരമ്പര്യവും ചരിത്രവും സാംസ്കാരിക തഴക്കവും വഴക്കവും ഒക്കെ ഇടതുമുന്നണിക്ക് അനുകൂലമാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും. ഇപ്പോൾ അവിടെ MLA ആയിട്ടുള്ള നന്ദകുമാറും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സിദ്ദിഖുമൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കൊമ്പ് കോർത്തിരുന്നു. നന്ദകുമാറിന് സീറ്റ് കൊടുത്തപ്പോൾ സിദ്ദിഖിന് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല എന്ന വാദമൊക്കെ അവിടെ ഉയർന്നിരുന്നു. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പാർട്ടി തലത്തിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്ന് സിദ്ദിഖ് തന്നെ പറയുകയും നന്ദകുമാർ അവിടെ വിജയിക്കുകയും ചെയ്തു. ഇപ്പോ MLA ആയ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയിപ്പോ സ്വരാജാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സീറ്റ് നിർണ്ണയിക്കുന്നതൊക്കെ പാർട്ടിയാണ്, പാർട്ടി പറയുന്നത് പോലെ താൻ കേൾക്കുമെന്ന ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടിയാണ് നന്ദകുമാർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എം സ്വരാജിന് പൊന്നാനിയിൽ എത്തുക എന്ന് പറയുന്നത് ബാലികേറ മലയല്ല. പക്ഷെ അവിടെ നിന്ന് ജയിച്ചു കയറുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഈസിയാണെന്നുള്ള അമിത ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. എന്നാൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പൊന്നാനി നഗരസഭ ഇടതുമുന്നണി പിടിച്ചുവെങ്കിലും അവിടെ UDF ഒരു 2000-ഓളം വോട്ടുകളുടെ മേൽക്കൈ നേടിയിട്ടുണ്ട്. 18 സീറ്റുകൾ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ UDF-നും അതുപോലെ തന്നെ 30 സീറ്റുകൾ LDF-ന് ലഭിച്ചപ്പോൾ 2 സീറ്റുകൾ NDA ദേശീയ ജനാധിപത്യ സഖ്യവും പൊന്നാനിയിൽ നേടിയിരുന്നു എന്നത് വാസ്തവമാണ്. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലും താമര വിടരുന്നുണ്ട്. ഈ ഒരു പരിതസ്ഥിതി, ഈ ഒരു രാഷ്ട്രീയ ചുറ്റുപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊന്നാനി മാറാനും ഒക്കെ സാധ്യതയുണ്ട്. എങ്കിലും ഈ നിയമസഭയിലെങ്കിലും എം സ്വരാജിനെ സഭയിൽ എത്തിച്ചില്ലെങ്കിൽ എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ഇരുളടഞ്ഞു പോകും. അതാണ് വാസ്തവം. എം സ്വരാജ് ഒരുപാട് കാലം MLA ആയിരുന്നു, ഒരുപാടല്ല 5 വർഷം MLA ആയിരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചിട്ട്. അതിനുശേഷം K ബാബു തന്നെ എം സ്വരാജിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും വിജയിക്കാനായിരുന്നില്ല. ഇപ്പോൾ പൊന്നാനിയിൽ ഇടതുകോട്ടയിൽ മത്സരിച്ച് എങ്ങനെയെങ്കിലും നിയമസഭയിൽ സ്വരാജിനെ എത്തിപ്പിക്കുക എന്നത് പാർട്ടിയുടെ ഒരു അമിതമായ
എന്താണ് ആഗ്രഹമാണ്. അതുകൊണ്ട് പൊന്നാനി എന്ന ഇടതുകോട്ടയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിയെ കൈവിടാതെ ഒപ്പം നിന്ന പൊന്നാനിയിൽ സ്വരാജിനെ ഇറക്കി സ്വരാജിനെ ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുക എന്ന ദൗത്യവുമായാണ് ഇടതുമുന്നണി മലപ്പുറത്ത് പൊന്നാനിയിൽ പ്രവർത്തിക്കുന്നത്. സ്വരാജ് തന്നെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാകും. അതുപോലെ പൂഞ്ഞാറിൽ PC ജോർജിന്റെ ഗതി എന്താകും എന്ന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ഇനി ഗതി എന്താകുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും.